സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്ന ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളികളിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. തൃശൂർ സ്വദേശി ബിനിലാണ് മരിച്ചത്. മരണവിവരം ഇന്ത്യൻ എംബസി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ബിനിൽ വെടിയേറ്റ് ചികിത്സയിലായിരുന്നു. ഉക്രൈൻ സൈന്യത്തിന്റെ ആക്രമണത്തിലാണ് ബിനിൽ ഉൾപ്പെടെ 2 മലയാളികൾക്ക് വെടിയേറ്റത്. വിശദാംശങ്ങളുമായി കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, കിരണിലേക്ക് എത്തുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരുന്നു. അതിലേക്ക് മരിച്ചു. ഞാനിവിടെ റഷ്യയിലെ ആശുപത്രിയിൽ. കിരൺ ബാബുവിലേക്ക്. കിരൺ, ഈ 2 മലയാളികൾക്കാണ് കഴിഞ്ഞ ദിവസം വെടിയേറ്റത്. അതിൽ തൃശൂർ സ്വദേശി ബിനിൽ മരിച്ചുവെന്ന വാർത്ത പുറത്തു വരുന്നത് എങ്ങനെയാ? കുടുംബത്തെ ഇന്ത്യൻ എംബസി അറിയിക്കുകയായിരുന്നു, അതോ ബിനിലിനൊപ്പം അന്ന് വെടിയേറ്റ് റഷ്യയിൽ ചികിത്സയിലുള്ള ആ യുവാവ് തൃശൂർ സ്വദേശിയാണോ ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചത്? ടോമ, ഈ വിവരം നേരത്തെ തന്നെ ബിനിലിനൊപ്പം ഉണ്ടായിരുന്ന ജെയിൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ജെയിന്റെ സഹോദരി ഭർത്താവ് കൂടിയാണ് ബിനിൽ ടി.ബി എന്ന് പറയുന്നത്. ഈ 2 പേരും ഒരുമിച്ചാണ് കഴിഞ്ഞ ഏപ്രിൽ ഇവിടെ നിന്ന് റഷ്യക്ക് പോയത്. ക്യാൻറ്റീനിൽ ജോലിക്ക് ആണ് എന്ന രീതിയിലാണ് ഏജൻസി ഇവരെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഒരു കരാറിൽ ഒപ്പിട്ട ശേഷമാണ്, ക്യാൻറ്റീനിലല്ല, ഇത് തങ്ങൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിലാണ് തങ്ങൾ എത്തപ്പെട്ടത് എന്നവർ മനസ്സിലാക്കിയത്. ആ സമയത്ത് തന്നെ ഈ വിഷയം നമ്മൾ അറിയുകയും ന്യൂസ് 8 വാർത്ത പുറത്തുവിടുകയും ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള ശ്രമം ഇന്ത്യൻ എംബസി വഴിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിന് അതിർത്തിയിൽ വെച്ച് ഉക്രൈൻ സേനയുടെ വെടിയേറ്റത്. ഉക്രൈൻ സേനയുടെ വെടിയേറ്റ് 2 പേർക്കും ഗുരുതരമായ പരിക്ക് ഉണ്ടായി. ഇതിനിടയിൽ ബിനിൽ നേരത്തെ മരിച്ച വിവരം ജെയിൻ അടക്കം നാട്ടിലേക്ക് അറിയിച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അന്നും നമ്മൾ ന്യൂസ് 8 വാർത്ത നൽകിയിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ മരണം വാർത്ത നമ്മൾ അറിയുമ്പോഴും നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. വിദേശത്ത് നിന്ന് ഇങ്ങനെ ഒരാൾ മരിച്ചാൽ അതൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എംബസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്, അല്ലാതെ ഒരു മരണ വാർത്ത നൽകാൻ കഴിയില്ല. പക്ഷേ വീട്ടുകാരടക്കം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. ഈ ജെയിന്റെ ശബ്ദ സന്ദേശം വീട്ടുകാർ നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത് ആ ശബ്ദ സന്ദേശമാണ്. ആ ശബ്ദ സന്ദേശം വഴി മരണമുണ്ടായി, ബിനിലിന്റെ മരണമുണ്ടായി എന്ന് അറിഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായത്. പ്രത്യേകിച്ച് യുദ്ധമുഖത്തൊക്കെ ആളുകൾ മരിക്കുമ്പോൾ വളരെ വേഗത്തിൽ അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടാവാത്ത അവസ്ഥയുണ്ട്. ജെയിന്റെയും നില ഗുരുതരമായി. അദ്ദേഹം മോസ്കോയിലെ ആശുപത്രിയിലാണ്. നേരത്തെ അതിർത്തിയിലെ ഒരു ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ ജെയിന്റെ സംസാരശേഷി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ കൂടി എന്തായാലും ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ എംബസി വഴി ഇടപെട്ടാണ് ഇപ്പോൾ അവിടെ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി ഈ മൃതദേഹമടക്കം നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ എത്തിയതാണ് ഈ യുവാക്കൾ. അവരെ മറ്റ് സാങ്കേതികമായ കാരണം പ്രത്യേകിച്ചും ഒരു കൃത്യമായ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സങ്ങൾ, നിയമ തടസ്സം അതിനുണ്ടോ? ഈ എന്നത്തേക്ക് ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? ടോം, ഇപ്പോൾ നമുക്കത് കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ബിനിലിന്റെ മരണം നമ്മളടക്കം വാർത്ത നൽകുകയും വീട്ടുകാർ അറിയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെ ഏകദേശം ഇപ്പോൾ ഒരാഴ്ചയാവുന്നു. അതിനുശേഷം ഇന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിനെ സംബന്ധിച്ച് യുക്രൈനുമായി കഴിഞ്ഞ 1-2 വർഷമായി തുടർച്ചയായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മരണമടഞ്ഞവരുടെ സംഖ്യയൊന്നും അങ്ങനെ കൃത്യമായി പുറത്തു വരാത്ത അവസ്ഥയുണ്ട്. ഇതിപ്പോൾ ഇന്ത്യ നിരന്തരം ഇടപെട്ടതുകൊണ്ടാണ് അവസാനം മരിച്ചു എന്നുള്ള വിവരം ഔദ്യോഗികമായി അവർ സ്ഥിരീകരിക്കുന്നത്. ഇനി മൃതദേഹം വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അത്തരമൊരു ഇന്ത്യയുമായി സ്വാഭാവികമായി നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ എന്തായാലും മൃതദേഹം വിട്ടുകിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ജെയിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ജെയിന്റെ ഭാര്യ സഹോദരനാണ് ഈ മരണപ്പെട്ട ബിനിൽ. ജെയിൻ അവിടെ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സംസാരശേഷി വീണ്ടെടുക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹവും വെടിയേറ്റ് ആണ്. ആദ്യം നമ്മൾ കേട്ട സംഭാഷണം ആ ജെയിന്റെ ശബ്ദമായിരുന്നു. ബിനിൽ പോയി എന്ന് പറയുന്നത് ജെയിന്റെ ശബ്ദമായിരുന്നു. ഒരാഴ്ച മുമ്പ് ജെയിൻ നാട്ടിലേക്ക് അയച്ച ഒരു ശബ്ദ സന്ദേശമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരശേഷി കൂടി ഇപ്പോൾ തൽക്കാലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി രോഗം ഭേദമായ ശേഷം മാത്രമേ, മുറിവുകൾ ഭേദമായ ശേഷം മാത്രമേ അദ്ദേഹത്തിന് സംസാരശേഷി പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി വീട്ടുകാർക്കൊക്കെ അറിയുന്നതിന് പ്രയാസമുണ്ട്.
നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. സമാനമായ രീതിയിൽ തന്നെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നുമൊക്കെ ആളുകളെ ഇങ്ങനെ റഷ്യയിൽ കൂലിപ്പട്ടാളത്തിലേക്ക് എത്തിച്ചിരുന്നു. അവരെയൊക്കെ മറ്റു പല ജോലികൾക്ക് എന്ന് പറഞ്ഞാണ് അൺസ്കിൽഡ് ലേബേഴ്സിന് കിട്ടുന്ന മറ്റു ചില ജോലികൾ, ക്യാൻറ്റീൻ ജോലികൾ, അത്തരം ജോലികളൊക്കെ പറഞ്ഞാണ് ഇവരെ അവിടെ എത്തിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷമാണ് ഇവരെ കൂലിപ്പട്ടാളത്തിലേക്കാണ് അയക്കുന്നത് എന്നറിയുന്നത്. കൂലിപ്പട്ടാളത്തിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ ജീവിതത്തിന് കാര്യമായ ആയുധ പരിശീലനമോ അല്ലെങ്കിൽ സൈനിക പരിശീലനമോ ഒന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും ലഭിക്കാതെ തന്നെ ഇവർ നേരത്തെ യുദ്ധമുഖത്തേക്ക് മറ്റ് ചില കാര്യമായ സ്കിൽ ആവശ്യമില്ലാത്ത ജോലികൾക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സ്ഥലത്തേക്കാണ് ഇത്തരം കൂലിപ്പട്ടാളക്കാരെ ഉപയോഗിക്കുന്നത്. എന്തായാലും അത്തരം ഒരു കെണിയിലാണ് ഈ കേരളത്തിൽ നിന്ന് പോയ ഈ രണ്ട് ചെറുപ്പക്കാരും ചെന്ന് പെട്ടത് എന്നുകൂടി പറയേണ്ടി വരും. കിരൺ ബാബു, തീർച്ചയായും. കാരണം അതേ രീതിയിൽ കബളിപ്പിച്ച് ഇവിടുത്തെ ചില ഏജൻസികൾ, തട്ടിപ്പ് ഏജൻസികൾ നിരവധി ചെറുപ്പക്കാരെ റഷ്യയിലേക്ക് കൂലിപ്പട്ടാളമായി കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേ തുടർന്ന് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശികളായ 5 യുവാക്കളെ തിരികെ നാട്ടിലെത്തിച്ചിരുന്നു. ഇപ്പോഴും കൂടുതൽ മലയാളികൾ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഇതുപോലെ? ടോം, അതിന്റെ കൃത്യമായ കണക്കുകൾ അറിയില്ല. ഇത് പലപ്പോഴും ആളുകൾ രഹസ്യമായിട്ടൊക്കെയാണ് ഇത്തരംകാര് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളാണ്. അതുകൊണ്ട് തന്നെ അവർ പല വഴിക്ക് കൂടിയാണ് ഇവർ ആളുകളെ റഷ്യയിലെത്തിക്കുന്നത്. നേരത്തെ ടോം പറഞ്ഞതുപോലെ തിരുവനന്തപുരം 5 തങ്ങ് സ്വദേശികളായ യുവാക്കളെയും വ്യാജ റിക്രൂട്ടിംഗ് സംഘം സെക്യൂരിറ്റി ജോലിക്ക് എന്ന പേരിലാണ് റഷ്യയിൽ എത്തിച്ചിരുന്നത്. അവർ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിർത്താം. സെക്യൂരിറ്റി ജോലികൾ എന്നൊക്കെ പറഞ്ഞാൽ അൺസ്കിൽഡ് ജോബ്സ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ, അത്തരം ആളുകളെയാണ് കൂടുതൽ പറ്റിക്കുന്നത്. അവരെ അവിടെ എത്തിച്ചിട്ട് അവരെയും ഇതുപോലെ കൂലിപ്പട്ടാളത്തിലേക്ക് ചേർത്തിരുന്നു. ഉക്രൈൻ ആക്രമണത്തിൽ 5 അംഗ സംഘത്തിന് പരിക്കേറ്റതോടെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് അവരെ തിരികെ നാട്ടിലെത്തിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു തൃശൂർ സ്വദേശികളായ ഈ ഇപ്പോൾ മരിച്ച ബിനിൽ ടിബിയെയും അതോടൊപ്പം തന്നെ പരിക്കേറ്റ് കിടക്കുന്ന ജെയിനെയും അവിടെ കൂലിപ്പട്ടാളത്തിന്റെ പിടിയിലാണ്. അവരിപ്പോൾ കൂലിപ്പട്ടാളത്തിലാണ് എന്നുള്ള വിവരം അറിയുന്നത്. എന്തായാലും ആ വിഷയത്തിലും നമ്മൾ ഇന്ത്യൻ എംബസി സജീവമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂസ് 18 തന്നെയാണ് ഈ വാർത്തയും പുറത്തുവിടുകയും അത്തരമൊരു ഇടപെടലിന് നേതൃത്വം തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അപ്പോഴും നമ്മുടെ പ്രതീക്ഷ 5 സ്വദേശികളെ നാട്ടിലെത്തിച്ചതുപോലെ തന്നെ ഇവരെയും നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇവർക്ക് ഇതിനിടയിൽ പരിക്കേറ്റ്, അത് ഗുരുതരമായ പരിക്കായിരുന്നു. ഉക്രൈൻ പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് വെടിയേറ്റാണ് പരിക്കേറ്റത്. അങ്ങനെ ആ പരിക്ക് ഗുരുതരമായതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരാളുടെ മരണമുണ്ടായത്. നേരത്തെ ജെയിനും അവിടെ അതിർത്തിയിലെ ഒരു ആശുപത്രിയിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. ജെയിനെ ഇപ്പോൾ മോസ്കോയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് മാറ്റാൻ എന്തായാലും ഇന്ത്യൻ എംബസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജെയിനെ ആരോഗ്യവാനായി തന്നെ മടക്കി നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യൻ എംബസിയും ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിന് തൽക്കാലം അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനുള്ള ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളികൾ ഒരാൾ മരിച്ചു എന്ന വിവരം അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. തൃശൂർ സ്വദേശി ബിനിലിനും കുടുംബാംഗം ബന്ധുവായിട്ടുള്ള ജെയിനും കഴിഞ്ഞ ദിവസമാണ് വെടിയേറ്റത്. ഇതിൽ ബിനിലിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്.